വെറുപ്പിക്കലിന്റെ പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തുവാണ് ഇത് കാണിക്കുന്നത്? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. സംഭവം പറ്റുന്നതല്ല. ഈ രേണു സുധിയുടെ വീഡിയോ ഒക്കെ കണ്ട ഒരു കമന്റ് ഏതോ ഒരു തലതെറിച്ചവ ഇട്ട്, ആ തലതെറിച്ചവന് രേണു സുധി കൊടുത്ത മറുപടിയാണ് ഇതെന്ന് പറയുന്നത്. എന്തുവന്നത്? എജാത് വെറുപ്പിക്കരുത്. പീക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങേ അറ്റ അൺസഹിക്കബിൾ ആയി പോയി. കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയിലേടി ഇട്ടവൻ ഇട്ട കമന്റാണിത്. അതായത് ഇന്ന് രാത്രി ദാസേട്ടൻ വരും, നീ നാളെ വന്നാൽ മതി, വരുമ്പോ എന്നെ വിളിക്കണേ. അപരാധമെന്നല്ല, ഇതിന് എന്തോന്നല്ലേ പറയുന്നത്. ഇത് ഇയാൾ തലറിച്ച ഇട്ട കമന്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ കമന്റിന് രേണു സുധി കൊടുത്ത റിപ്ലൈ അതുക്കും മേലെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോന്നിത് എക്സ്പ്രഷൻ കണ്ടോ? ആ കമന്റ് എടുത്ത് ഒരു വീഡിയോ ആക്കി, ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ രേണു സുധി ഇരുന്നു കൊണ്ട് കാണിക്കുന്ന എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ ക്യൂൻ എന്ന് എടുത്ത് പറയേണ്ടി വരും. ഒരു ഊള കമന്റിന് ഇമ്മാതിരി എക്സ്പ്രഷൻ വിട്ട് അതിന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിട്ട് അങ്ങ് അടിച്ചു കയറ്റി. ആ മ്യൂസിക് ഞാൻ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. അതിന് പറ്റിയ, അതായത് ഈ സീനിന് പറ്റിയ നല്ല രീതിക്കുള്ള ഒരു മ്യൂസിക്കാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. അങ്ങേ അറ്റം തെണ്ടിത്തരം അപരാധമെന്ന് പറയേണ്ടി വരും ഇമ്മാതിരിയുള്ള ചെയ്തിന്. അല്ലാതെ വേറെ ഒന്നും തന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുവാ ഇത്? നോർമലി ഇങ്ങനെയൊക്കെ ഒരുത്തം വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നെങ്കിൽ റിയാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാം, സ്വാഭാവികമായിട്ടുള്ള കാര്യം. ഇത് റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്തത് ഇമ്മാതിരി ഊളത്തരമാണ് റിയാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോത്സാഹനമാണ് രേണു സുധി കൊടുക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഇനിയും ഇതുപോലെ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിന്റാണ് രേണു സുധി ഇതിൽ നിന്ന് കൊടുക്കുന്നതെന്ന് പറയും. എന്നിട്ട് ആ വീഡിയോയ്ക്ക് തൊട്ട് താഴെ രേണു സുധി ചേർത്തിരുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത്, ദാസേട്ടാ ഇതൊക്കെ കാണുന്നുണ്ടോ? പൊന്ന് ദാസേട്ടാ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ ഇമ്മാതിരി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്? വല്ലാത്ത കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു തരത്തിലും രേണു സുധി വിട്ടുകൊടുക്കത്തില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ്. കാരണം ഈ ഒരു സംഭവം രേണു സുധി പൊക്കി. രേണു സുധി ഈ ഒരു കമന്റ് തൂക്കിയിട്ട് ഇതിന് ഒരു വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു മറുപടി കൊടുക്കുമ്പോഴത്തേക്കും ഇവന്റെ അണ്ണാക്കിൽ കൊള്ളുന്ന തരത്തിലുള്ള ഒരു മറുപടി കൊടുക്ക്. ഓക്കെ, ശരി, സമ്മതിച്ചു. ഈ പറയുന്ന രീതിയിൽ അവനെ നല്ല വായ്ക്ക് രുചിയുള്ള വർത്തമാനങ്ങൾ സംസാരിക്കാനായിട്ട് രേണു സുധിക്ക് നല്ല രീതി അറിയാമല്ലോ, അത് കൊടുക്കാമല്ലോ. പക്ഷെ അത് കൊടുക്കത്തില്ല. പകരം കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണ് രേണു സുധി ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ വളമിട്ട് കൊടുക്കുക എന്നൊരു ചൊല്ലുണ്ട്, എന്നൊരു പറച്ചിലുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് രേണു സുധി ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കുറച്ചുകൂടി ഒന്ന് വളമിട്ട് കൊടുക്കുകയാണ് രേണു സുധി ഇതിലൂടെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ കമന്റ് കണ്ട് അത് ഇഗ്നോർ ചെയ്ത് കളയായിരുന്നു. അത് ഇഗ്നോർ ചെയ്തില്ല. അത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പക്ഷേ അവരത് ഇഗ്നോർ ചെയ്യാതെ ആ കമന്റ് എടുത്തുകൊണ്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇമ്മാതിരി എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ട് എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു അവരുടെ പേജിൽ. ഇതിനൊക്കെ എന്ത് തരം പോക്കൃത്തരം എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ എന്ത് വേണോ കാണിക്കുക, എന്ത് വേണോ ചെയ്യും, ഒരു കുഴപ്പമില്ല. ഇമാതിരിയുള്ള തൊട്ടിപ്പരിപാടികളെ കാണിക്കുന്നത് ഒത്തിരി ഓവറാണ്. കാരണം ഇതൊക്കെ തനി ഓവറാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ലിമിറ്റൊക്കെ ഉണ്ട് പല കാര്യത്തിലും. ഇത് ലിമിറ്റ് വിട്ടാണ് രേണു സുധി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്ന് ഇതിലൂടെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പറയണ്ടെന്ന് തോന്നും, പക്ഷെ പറയിപ്പിക്കും. അതാണ് രേണു സുധിയുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. കാരണം രേണു സുധിക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ രേണു സുധി കൈവിടും. സോഷ്യൽ മീഡിയ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ രേണു സുധി ഇല്ല. സോ ഇമാതിരിയുള്ള പരിപാടികളൊക്കെയാണ് രേണു സുധി ഒപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇമാതിരിയുള്ള വയ്യാവേലികളൊക്കെ ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന് സ്വന്തമായിട്ട് തന്നെ ട്രോള് വാങ്ങുന്ന ഒരു ഏർപ്പാടാണ് രേണു സുധി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാതിരിയുള്ള പരിപാടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇമാതിരി ചെറ്റ കമന്റ് ഇട്ടവന്മാർക്ക് ഇജാതി എക്സ്പ്രഷനും ഇട്ടുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വളം ഇട്ട് കൊടുത്ത്, മോനെ നീ ഇനിയും ചെയ്യണം, മോനെ നീ ഇനി ഇതുപോലുള്ള കമന്റ് ഇട്ടാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരുമാതിരി എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന കണക്കുള്ള ഒരു ചെയ്താണ് ഇവിടെ രേണു സുധി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. വല്ലാത്തൊരു പരിപാടി തന്നെ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം രേണു സുധിക്ക് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. പണി വാങ്ങി കൂട്ടുകയാണ് രേണു സുധി. കാരണം രേണു സുധിക്ക് എയറിൽ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് ഒരു തരത്തിലുമുള്ള ആഗ്രഹം ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം എയറിൽ നിന്നാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. എയറിൽ നിന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രേണു സുധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് പൊലിപ്പ് കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലായി. പക്ഷെ ഇതൊത്തിരി ഓവറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതുപോലെ ഒരു മറുപടി അല്ലായിരുന്നു ഈ കമന്റിന് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ കൊടുത്ത മറുപടി ഒരു ഒന്നൊന്നര മറുപടി ആയിപ്പോയി. വല്ലാത്ത തരത്തിലുള്ള തൊലിക്കട്ടി തന്നെയാണെന്നുള്ളത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇമാതിരിയൊക്കെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഇതുപോലുള്ള ഒരു ഊള കമന്റിന് ഒരു വീഡിയോ ഇട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നിൽക്കത്തില്ലായിരുന്നു. കൊള്ളാം, നടക്കട്ടെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. എവിടം വരെ പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാണേ.